ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലും അവലോകനവുമാണ് നടന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ തൃപ്തികരമായ നിലയിലാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ധാരാളം പരിമിതികളുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സ്തുത്യർഹമായ സേവനമാണ് കേരള ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു തീപിടുത്തമുണ്ടായാലോ, വെള്ളപ്പൊക്കമുണ്ടായാലോ, പ്രകൃതി ദുരന്തമുണ്ടായാലോ അവിടെയെല്ലാം ഫയർഫോഴ്സിൻ്റെ സേവനം ഇന്ന് നല്ല നിലയിൽ ലഭിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും നന്നായി സേവനം നടത്തിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫയർഫോഴ്സാണ്. അതുപോലെ മേജറായി വരുന്ന തീപിടുത്തങ്ങൾ കോഴിക്കോട് ജയലക്ഷ്മി നടന്നതാണെങ്കിലും, എറണാകുളത്ത് നമ്മുടെ മാലിന്യ സംസ്കരണം നടത്തിയ ബ്രഹ്മപുരത്താണെങ്കിലും, അതോടൊപ്പം തന്നെ കറ്റാനത്ത് ഏറ്റവും റീസെൻ്റായി നടന്ന കറ്റാനത്ത് ഒരു വലിയ തീപിടുത്തമാണെങ്കിലും എല്ലാം, അതുപോലെ മൂന്നാറിൽ കുടുങ്ങി കിടന്ന വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലും ഒക്കെ വളരെ സ്തുത്യർഹമായ പ്രൊഫഷണലായ നിലയിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയത്. അതുപോലെ തന്നെ പുതുതായി 1000 ഹോം ഗാർഡുകളെ നിയമിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ ഹോം ഗാർഡുകൾ നമ്മുടെ ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ